സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, മൊബൈൽ ഗെയിംസിലായിട്ടുള്ള ബെസ്റ്റ് 4 ഗെയിംസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 500 വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്രയ്ക്ക് വ്യൂസ് കിട്ടുന്നത്. 20 ലൈക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ടാർഗറ്റ് വെക്കുന്നത് 15 അങ്ങനെ ആരും കളിക്കാത്തൊരു 4 ഗെയിമാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് ലാസ്റ്റ് വരുന്ന ഗെയിം നല്ല അടിപൊളി ഗെയിമാണ്. സോ മിസ് ചെയ്യരുത്. നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഗെയിമാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ ഗെയിമാണ് ദ അബാൻഡഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഗെയിം. സോ ദ അബാൻഡഡ് പ്ലാനറ്റ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. ഇതൊരു അഡ്വഞ്ചർ പസിൽ മിസ്റ്ററി ഗെയിമാണ്. ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അൺനോൺ പ്ലാനറ്റിലേക്ക് നമ്മളെ ക്യാരക്ടറിൻ്റെ ഒരു വിമാനം പോലത്തെ സാധനം അത് ക്രാഷ് ചെയ്ത് ഇറങ്ങുന്നതാണ് സ്റ്റോറീൻ്റെ തുടക്കത്തിൽ കാണുന്നത്. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ പ്ലാനറ്റ് ഫുൾ കാലിയാണ് കഴിച്ചാൽ ജീവജാലങ്ങളില്ല, അതായത് മനുഷ്യരില്ല. അവിടെ എന്താണ് സംഭവിച്ചത്, ഈ എർത്തത്തെ ഇങ്ങനെ അതൊക്കെ നോക്കുന്നതാണ് ഈ ഗെയിം. സോ ഇത് 2024 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതൊരു സിംഗിൾ പ്ലെയർ ഗെയിമാണ്. നമുക്ക് ഈ ഗെയിം PC-യിലും പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലും iOS-ലും മൊബൈലിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഗെയിമാണ്. മൊബൈലിൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളും വരുന്നത് 248 MB ഇതിൻ്റെ മൊബൈലിലും iOS-ലും ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുക, അതേപോലെ പസിൽ സോൾവ് ചെയ്യുക, ഹിഡൻ ക്ലൂസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക, അതുപോലെ ഐറ്റംസ് കളക്ട് ചെയ്യുക, ആ ഐറ്റംസ് കൊണ്ട് കുറേ സ്ഥലങ്ങൾ ഓപ്പൺ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെയാണ് ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗ്രാഫിക്സും കാര്യങ്ങളും പറഞ്ഞത്, ഗ്രാഫിക്സ് ഒരു പിക്സൽ അടിക്കിച്ച ഒരു ടൈപ്പാണ്. സോ ഒരു 2D ആയിട്ട് കാണുന്ന രൂപത്തിൽ ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളും ഞാൻ കളിച്ചു നോക്കി. സോ അടിപൊളി ഗെയിമാണ് ഗൈസ്. ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ് ഗൈസ്. ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒരു പിക്സൽ അടുക്കി വെച്ച പോലെ ആണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇടാം. അതുപോലെ ഇത് പസിലും കാര്യങ്ങളും സോൾവ് ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഈ എർത്ത് എക്സ്പ്ലോർ ചെയ്യണം. ഈ എർത്തിൽ പീപ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ഈ എർത്ത് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഈ ഒരു ഗെയിമിൽ അധികം ഉള്ളത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ഗെയിമാണ്. ലിസ്റ്റിൽ 3ാമതായിട്ട് വരുന്ന ഗെയിമാണ് ദ സോംബി ഫോറസ്റ്റ് 2. സോ ഇതൊരു സർവൈവൽ ആൻഡ് ഷൂട്ടിങ് ടൈപ്പ് ഗെയിമാണ്. ഒരു സോംബികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വേൾഡ്, ഒരു ലോകത്തെ ഒരു പ്ലെയർ, നമ്മളാണ് പ്ലെയർ ജീവിക്കണം. സോ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓടി പോകുന്നൊരു കട്ട് സീനൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡേ ടൈമിൽ ഈ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതായത് റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നൈറ്റ് ടൈമിൽ സോംബികളെ ഡിഫെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഡേ ടൈമിൽ ഒക്കെ കളക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ഡിഫെൻഡിങ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം സെറ്റാക്കാം. സോ ഗെയിം പുറത്തിറങ്ങിയിട്ടുള്ളത് 2019. ഗെയിമിൻ്റെ സൈസും കാര്യങ്ങൾ വരുന്നത് 90-ൻ്റെയും 120 ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത് ഓഫ്ലൈനാണ്, സിംഗിൾ പ്ലെയർ ആണ്. ഇതിൻ്റെ തീമും കാര്യങ്ങളും വരുന്നത് സോംബി വൈറസ് കാരണം, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നു. സോംബി വൈറസ് കാരണം ലോകം ആൾമോസ്റ്റ് ഓൾമോസ്റ്റ് പോയി. പ്ലെയർ ഓടിയിട്ട് ഒരു ഫോറസ്റ്റിൽ ഒരു അട്ട് കണ്ടെത്തണം, ബങ്കർ അത് ബേസാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. സോ അതിന് അണ്ടർഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മെയിനായിട്ടുള്ള മിഷന് കാര്യങ്ങൾ വരുന്നത് ഷെൽട്ടർ അപ്ഗ്രേഡ് ചെയ്യുക, സർവൈവ് ചെയ്യുക, വെപ്പൺ കളക്ട് ചെയ്യുക, പിന്നെ സോംബിനെ അറ്റാക്കിൽ നിന്ന് ബേസിനെ സംരക്ഷിക്കുക. ഞാൻ കളിച്ചു നോക്കി. സോ കളിക്കാൻ ബെറ്ററാണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമാണ് ഗൈസ്. സോ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, നമ്മൾ മൊബൈലിലാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമാണ്, നമുക്ക് കുറച്ചും കൂടി ലോജിക്ക് വെച്ച് കളിക്കാൻ പറ്റും. സോ സോംബികൾ ലോജിക്കാണോ എന്ന് ചോദിച്ചാൽ ഗെയിം ബെറ്ററാണ് ഗെയിം. ലിസ്റ്റിൽ വരാൻ പോകുന്ന ദ ഓർഗൻ ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഇതിൻ്റെ പേരിൽ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഈ കളിക്കുന്ന ഗെയിമാണ് ശരിക്കത്തെ ഞാൻ ഉദ്ദേശിച്ച ഗെയിം. സോ ഇതൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരു വില്ലേജ്, നമ്മളെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്ത്
അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗെയിമാണ്. ഗെയിം അടിപൊളി ഗെയിമാണ്. ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇതൊരു 2D രൂപത്തിലാണ് കാണുന്നത്. നമ്മൾ ഓരോരോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് അതിൽ ഒന്ന് നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വില്ലേജും കാര്യങ്ങളൊക്കെ എത്തിക്കാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഗെയിമാണ്. നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഒന്നാമത്തെ ഗെയിമാണ്. സോ ഈ ഗെയിമിൻ്റെ പേര് എലോ നൈറ്റ്മെയർ ഡയറീസ് എന്ന് പറയുന്ന ഗെയിമാണ്. സോ ഈ ഗെയിം പറയുന്നത് ഒരു സ്റ്റെൽത്ത് പസിൽ ആൻഡ് ഹൊറർ അഡ്വഞ്ചർ ഗെയിമാണ്. പ്ലെയർ ഒരു കുട്ടിയാണ്. അയാൾ തൻ്റെ നൈറ്റ്മെയറിൻ്റെ വീട്ടിൽ എന്താ രഹസ്യം ഉണ്ടെന്ന് സംശയിക്കുകയാണ്. നമ്മുടെ പ്ലെയർ നൈറ്റ്മെയറിൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്ന സീക്രട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇതൊരു പക്ക സ്റ്റോറി മോഡ് ഗെയിമാണ്. മ്യൂസിക്കും കാര്യങ്ങളും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇതിൻ്റെ സ്റ്റോറി അടിപൊളിയാണ്. 2023 ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. സോ നമ്മുടെ ആൻഡ്രോയിഡിലെ കാര്യം വരുന്നത് 800-ൻ്റെയും 1GB ഇടയിലാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊരു വേറെ യൂണിവേഴ്സിലാണ് നടക്കുന്നത്. പ്ലെയർ അതായത് നിക്കിയാണ് നമ്മളെ പ്ലെയറിൻ്റെ പേര്. നൈറ്റ്മെയറിൻ്റെ വീട്ടിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് തിങ്സ് നടക്കുന്നുണ്ട്. അത് കാണുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്താൻ ഹൗസിലേക്ക് പോകണോ, ഹൗസിൽ സീക്രട്ട് റൂം, ബേസ്മെൻറ്റ്, പസിൽ സോൾവ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഗോള് ഫിനിഷ് ചെയ്യുകയാണ്. സോ വേറെ സംഗതി എന്ന് വെച്ചാൽ ഇതിൽ നൈറ്റ്മെയർ AI ആണ് ഗൈസ്. AI ആണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പക്ഷേ നമ്മൾ ഉപയോഗിച്ച അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിച്ച വഴിയും കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്തെടുക്കും. അവിടെ ട്രാപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യും. പിന്നെ ഷോർട്ട് കട്ട്സ് ബ്ലോക്ക് ചെയ്യും. നമ്മുടെ പെട്ടെന്ന് എത്താനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. ഗ്രാഫിക്സ് കാര്യങ്ങളും ഒരു കാർട്ടൂൺ സ്റ്റൈലാണ്. നമ്മുടെ ഓൾഡ് കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ഇല്ല, അതേപോലെ സ്റ്റൈലിലാണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. സോ ആനിമേഷനൊക്കെ അടിപൊളിയാണ്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കിടിലം ഒരു ഗെയിം പ്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ചാനലിട്ടുണ്ടോ? ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ 50 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ലക്ഷ്യം, ഇപ്പോഴത്തെ ലക്ഷ്യം. സോ എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക ഗൈസ്. അടുത്ത വീഡിയോ കാണാം.